നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം, അത് മിനിഞ്ഞാന്നാണ് സംഭവം നടക്കുന്നത്. ആ സംഭവം നടന്ന അപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നി. ഇതുപോലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് കരുതിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ഒരു വീഡിയോ വന്നേനെ. ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ജാസി ഗിഫ്റ്റിന് കോലഞ്ചേരിയിലുള്ള ഒരു കോളേജ്, സെന്റ് പീറ്റേഴ്സ് എന്നാണ് കോളേജിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ എന്തുതന്നെയാലും ആ ഒരു കോളേജിലേക്ക് അവരുടെ കോളേജ് ഡേ ഫംഗ്ഷന് വേണ്ടി വിളിച്ച് അദ്ദേഹം സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോളേജിന്റെ പ്രിൻസിപ്പൾ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങി ആ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മറ്റോ പാട്ടിനാണ് ആ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചാനലുകളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതിന്റെ ഫാക്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിട്ട് കണക്ക് കൂട്ടുക. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അഭിപ്രായം എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ആവശ്യമാണോ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് താഴെ രേഖപ്പെടുത്തുക. പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. ഒന്ന്, ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശുദ്ധരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ദുബായിൽ ഒരു സിനിമയുടെ വർക്കുമായിട്ട് പോയത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ സിനിമയിൽ മ്യൂസിഷ്യനായിട്ട് വന്നതും അദ്ദേഹമായിരുന്നു. 1 മാസത്തോളം ഞങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു. ആ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞാണ്, ഇത്രയും ശുദ്ധനായിട്ടുള്ള, ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വേറെ സിനിമാ മേഖലയിൽ വേറെ ഒരാളെയും കണ്ടിട്ടില്ല. അത്രയും പരിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരാളോടും മുഖം കറുപ്പിച്ച് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. സ്റ്റേജിൽ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ വന്ന് മൈക്ക് തട്ടി വാങ്ങിയതാണ് ഇത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം കോളേജിൽ പിള്ളേരൊക്കെ സമരം ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിവിളികളൊക്കെ കണ്ടിരുന്നു. രണ്ടുപേരെയും ന്യായീകരിച്ചുകൊണ്ട് രണ്ടുപേരെ എതിർത്തുകൊണ്ടൊക്കെ ഉള്ള സംഭവങ്ങൾ കണ്ടിരുന്നു. ചാനൽ ചർച്ചയിൽ നമ്മുടെ പ്രിൻസിപ്പൾ വന്നിരിക്കുന്നത് കണ്ടിരുന്നു. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയും കാണിക്കാത്തത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് കരുതി. ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ആദ്യം തന്നെ കണ്ടപ്പോൾ തോന്നിയത്, ഇതുപോലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ കോളേജിൽ നടക്കുമ്പോൾ പ്രിൻസിപ്പൾ തന്റെ പവർ കാണിക്കാൻ വേണ്ടി ഈഗോയുള്ള പ്രിൻസിപ്പൾമാർ ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിൽ പല തവണ ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് വലിയ വലിയ താരങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു പരിപാടിക്ക് വന്നത് യേശുദാസാണെന്ന് കരുതുക, യേശുദാസാണ് അല്ലെങ്കിൽ AR റഹ്മാനാണെന്ന് കരുതുക. ഇവരാരെങ്കിലും ഈ ഒരു സ്റ്റേജിൽ കയറി AR റഹ്മാന്റെ കയ്യിൽ നിന്ന് ഈ മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങാൻ സാധിക്കുമോ? അല്ലെങ്കിൽ യേശുദാസിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങാൻ ഇവർ ധൈര്യപ്പെടുമോ? ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്തത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരത് ചെയ്യില്ലായിരുന്നു. ഇതിന് പ്രിൻസിപ്പൾ കൊടുക്കുന്ന ന്യായം, അത് ഒരു ടെക്നിക്കൽ സൈഡിലെ ന്യായമാണ് എന്ന് തോന്നുമ്പോഴും അതും ഒരു അന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വേറെ ഒന്നുമല്ല, 2015 ഒരു നിയമമുണ്ട്. അതനുസരിച്ചിട്ട് കോളേജിൽ പുറത്തു നിന്നുള്ള പരിപാടികൾ അനുവദിക്കുന്നതല്ല. പുറത്തുനിന്ന് ഇതുപോലുള്ള ടീമുകൾ വന്നിട്ട്, അതായത് ബാൻഡുകൾ വന്നിട്ട് കോളേജിനകത്ത് പരിപാടി അവതരിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതിപ്പോ മറ്റേ കുസാറ്റ് സംഭവത്തിന് ശേഷം ആ നിയമം വളരെ ശക്തമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കോളേജിലെ സ്റ്റുഡൻസ് വന്നപ്പോൾ തന്നെ കോളേജ് സ്റ്റുഡൻസിനോട് പ്രിൻസിപ്പൾ അനുമതി കൊടുക്കാതെ ഈ ഒരു കാര്യം അവർ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റുഡൻസിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം പ്രിൻസിപ്പള് ഒരു ഉപാധി വെക്കുകയാണ്. അതായത് ജാസി ഗിഫ്റ്റ് മാത്രമേ അവിടെ പാടാൻ പാടുള്ളൂ, വേറെ ആരും അവിടെ പാടാൻ പാടില്ല എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു ഉപാധി.
എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോളേജിൽ ആരും അവിടെ കയറി സ്റ്റേജിൽ കയറിയിരുന്ന് പാടരുത് എന്നാണ് എനിക്ക് ഈ ഒരു പ്രിൻസിപ്പളിന്റെ ഈ ഒരു വാക്കാണ് ഞാനും പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ല. പ്രിൻസിപ്പൾ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യമാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് കോളേജിലെ സ്റ്റുഡൻസ് ആരും അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ കയറിയിരുന്ന് പാടാൻ പാടില്ല, വേറെ ആരും സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഇനി അതല്ല പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നുള്ള കാര്യം പിന്നീട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. സംഭവിച്ചത് ഇങ്ങനെയൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞ് അനുമതി കൊടുത്തു എന്നുണ്ടെങ്കിലും ജാസി ഗിഫ്റ്റ് പാടി ആദ്യത്തെ പാട്ട് പാടി കൂടെ ഒരാളുണ്ടായിരുന്നു. രണ്ടാമത്തെ പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റേജിൽ കയറി അദ്ദേഹത്തോട് മൈക്ക് റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രിൻസിപ്പളിന് കൊടുത്തു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഇതിവിടെ വെച്ച് നിർത്തുകയാണ് എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അതിന് അവർ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്തതിന്. ക്ഷമ അവർ മനഃപൂർവ്വം ചോദിച്ചതല്ല, ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ സാധിക്കും, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവർ അങ്ങോട്ട് ചാനൽ അവതാരിക ചോദിച്ച് ക്ഷമ മേടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണത്. ഇതിപ്പോൾ അതിൻ്റെ പേരിൽ വേറെ ആർക്കെങ്കിലും ഇതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ കരുതാം. പക്ഷെ ഈ ഒരു സംഭവം ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്നാമത് 2015 അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുണ്ടെങ്കിൽ ജാസി ഗിഫ്റ്റിനെ അവിടെ വിളിച്ചു വരുത്തിയത് ആദ്യത്തെ നിയമലംഘനമാണ്. അത് പ്രിൻസിപ്പൾ ഇപ്പോൾ ഒരാളെ കൊണ്ടേ പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അനുമതി കൊടുത്തു എന്ന് പറയുന്നതും അതും നിയമലംഘനം തന്നെയാണ്. അവിടെ നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ മറ്റ് പല ചാനലുകളിലും ചർച്ചകളിലും പറയുന്നത് കേട്ടു. പക്ഷെ ഈ ഒരു കാര്യം ആരും പറയുന്നതും കേട്ടില്ല. അതായത് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് റൂൾ ഉള്ള സമയത്ത് ഒരാൾക്ക് പാടാൻ അനുമതി കൊടുക്കാനായിട്ട് പ്രിൻസിപ്പൾക്ക് എന്താണ് അധികാരമുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഒരാൾ പാടിക്കഴിഞ്ഞാൽ അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള വേറൊരാളും കൂടി അതിനകത്ത് കൂടെ പാടി എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്? ഈ ഒരാൾ പാടുന്ന അനുഭവം തന്നെയല്ല രണ്ടുപേരും കൂടി പാടി കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. ജാസി ഗിഫ്റ്റ് പറയുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും രണ്ടുപേർ ചേർന്ന് പാടേണ്ട പാട്ടുകളാണെന്ന്. സത്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഇപ്പോൾ മലയാളത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ കുറവാണ് എന്നുണ്ടെങ്കിലും കന്നഡയിലും തെലുങ്കിലും അദ്ദേഹം ഗായകനായിട്ടും മ്യൂസിക് ഡയറക്ടറായിട്ടും നിരവധി സിനിമകളുണ്ട്. പ്രത്യേകിച്ച് കന്നഡയിൽ മ്യൂസീഷ്യൻ എന്ന രീതിയിൽ, അതിൽ മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഒരു സൂപ്പർ താര പദവിയിൽ തന്നെയാണ് കന്നഡ സിനിമയിൽ. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. മലയാളത്തിലാണ് അദ്ദേഹത്തിന് പാട്ടുകൾ കുറവുള്ളത്. ഒരു പക്ഷേ മലയാളത്തിൽ പാട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം പ്രിൻസിപ്പൾ കരുതിയിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടാണ് എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ചാടി കയറി വന്നിട്ട് ഷോ ഇറക്കിയത്. പക്ഷെ അത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് പൂർണ്ണമായിട്ടും തെറ്റ് പ്രിൻസിപ്പളിന്റെ ഭാഗത്താണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്റ്റുഡൻസിനോടാണ്. ആ ഒരു ജാസി ഗിഫ്റ്റിനോട് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജാസി ഗിഫ്റ്റിനോട് അത് പറയാതിരുന്നത് കുട്ടികളുടെയും തെറ്റാണ്. അത് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ജാസി ഗിഫ്റ്റ് ആ ഒരു പരിപാടിക്ക് നിൽക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ഈ കുട്ടികളും കരുതിയിട്ടുണ്ടാവുക കോളേജിലെ സ്റ്റുഡൻസ് ആരും അദ്ദേഹത്തിന്റെ കൂടെ കയറിയിരുന്ന് പാടരുത് എന്നായിരിക്കും പ്രിൻസിപ്പൾ ഉദ്ദേശിച്ചതെന്ന്. തീർച്ചയായിട്ടും പ്രിൻസിപ്പൾ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായി പോയി. ഈ ഒരു കാര്യത്തെപ്പറ്റി പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും പലരുടെയും അഭിപ്രായങ്ങൾ വളരെ കോമൺ ആയിട്ട് കേട്ട ഒരു അഭിപ്രായമുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വെളിവ് കൂടി ഉണ്ടാവണം, വിവരം കൂടി ഉണ്ടാവണം. അതിന് വിദ്യാഭ്യാസം കോളേജിൽ പോയി പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, അതിന് ജീവിതാനുഭവം ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും പ്രിൻസിപ്പളിന്റെ ഈ ഒരു നടപടിയെ ഞാൻ വളരെ മോശമായിട്ട് തന്നെ കണക്കാക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതൊരു ഈഗോ ക്ലാഷ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് പ്രിൻസിപ്പൾ, ഞാനാണ് പ്രിൻസിപ്പൾ എന്നുള്ളൊരു പവർ കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ചീപ്പ് ഷോ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അവരുടെ ചാനലിൽ അവർ വന്നിരുന്നിട്ട് ആ ഒരു ക്ഷമാപണം നടത്തിയത് പോലും. വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറയുന്നത് അവർ ചെയ്തത് തെറ്റല്ല എന്നുള്ളൊരു ഇത് അവർ ഉറപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചത്. അത് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല നല്ല ഒരു പരിപാടിയായിട്ട്. എന്ത് തന്നെയായാലും ഇതുപോലെയുള്ള കോളേജുകളിൽ ഇതുപോലെയുള്ള പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മാന്യമായിട്ടുള്ള ഇടപെടലാണ്. അതിവിടെ കാണാതെ പോയി എന്നുണ്ടെങ്കിൽ അത് ആ കോളേജിനും ആ കോളേജിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രിൻസിപ്പളിനും തന്നെയാണ് ഉത്തരവാദിത്വം ഉള്ളത് എന്ന് തന്നെ വേണം പറയാൻ. അല്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന് ഇത് തുടക്കത്തിലെ തന്നെ ഇതിനുള്ള അനുമതി നിഷേധിക്കാമായിരുന്നു. അവർ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് അവർ അനുമതി കൊടുത്തത്. കാരണം അങ്ങനെ പരിപാടി പുറത്തുനിന്ന് ഒരാൾക്ക് പോലും പരിപാടി അവതരിപ്പിക്കാൻ അനുമതി ഇല്ലാത്ത സ്ഥലത്ത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ഒരാൾക്ക് പരിപാടി അവതരിപ്പിക്കാനായിട്ട് അനുമതി കൊടുക്കുന്നു. അത് തന്നെ തെറ്റാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എൻ്റെ അഭിപ്രായം ശരിയായിരിക്കാം, അല്ലായിരിക്കാം. എന്ത് തന്നെയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.